നമസ്കാരം. 18ാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ പാർലമെൻറ്റിലേക്ക് പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കുന്നത് പ്രിയപ്പെട്ട തോമസ് ഐസക്കാണ്. ഐസക് സാറിനെ ഒരുപാട് കാലമായിട്ട് എനിക്ക് പരിചയമുള്ള ഒരാളാണ്. കഴിഞ്ഞ മന്ത്രിസഭകളിലും അതല്ലാതെ ഇരുന്ന സമയങ്ങളിലും MLA ആയിരുന്ന കാലങ്ങളിലുമൊക്കെ ഏറ്റവും അടുത്ത് ഇടപെടാൻ പറ്റിയിട്ടുള്ള ഒരു വ്യക്തി. നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ സെക്കൻഡിലും നമ്മളോടൊപ്പം സഞ്ചരിച്ച ഒരു വ്യക്തി. ഐസക്കെ പോലൊരാൾ നമുക്കൊപ്പം ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടുമല്ല, ഞാൻ സാധാരണ ആളുകളുമായിട്ട് ഇടപഴകിക്കൊണ്ട് തന്നെയാണ് ജീവിക്കുന്നൊരു വ്യക്തിയാണ്. അത് സിനിമാ നടനാകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അതിലൊക്കെ മുമ്പുള്ള കാലങ്ങളിൽ പോലും എനിക്ക് നമ്മളുടെ നിത്യജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഐസക്കിനെ ഞാൻ കാണാൻ പറ്റിയിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. ഒരു വ്യക്തി കൂടെയുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് സഹായമായി മാറുന്നത്, എങ്ങനെയാണ് അവരെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഞാൻ ഐസക്കിൽ നിന്ന് പഠിച്ചിട്ടുള്ളൊരു പാഠമാണ്. തീർച്ചയായും ഈ ഇലക്ഷനിൽ പത്തനംതിട്ടയിലെ മുഴുവൻ ജനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ഒരു കരുതൽ ഉണ്ടാവും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ എനിക്കുണ്ട്. കാരണം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ എല്ലാ അർത്ഥത്തിലും ജനകീയാസൂത്രണം പോലുള്ള പല സത്പ്രവർത്തികളൊക്കെ ചെയ്ത് അതിൻ്റെയൊക്കെ അമരക്കാരനായിട്ട് നിന്നപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയില്ല, ഏറ്റവും താഴെ തട്ടിലുള്ള മനുഷ്യരെ കൂടെ നിർത്താൻ, കൂടെ ചേർക്കാൻ, അവരോടൊപ്പം സഞ്ചരിക്കാൻ, അവരുടെ മനസ്സറിയാൻ തോമസ് ഐസക് എന്ന വ്യക്തിക്കുള്ള ഭാവം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പത്തനംതിട്ടയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സഖാവ് PM തോമസ് ഐസക്കിന് തീർച്ചയായും ഈ ഇലക്ഷനിൽ വലിയ വിജയത്തോടുകൂടി വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. വേറൊരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ചാൽ പാർലമെൻറ്റിൽ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു കരുത്തുണ്ടാവുക എന്നതാണ്. പറയുന്ന കാര്യങ്ങൾക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെൻറ്റിനോട് അത് എല്ലാ അർത്ഥത്തിലും, അത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഒപ്പം നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു പോകുന്ന ഒരു കരുത്തുള്ള മാറിയ ഒരു വ്യക്തിയെ നമുക്ക് കാണിക്കാൻ നമ്മുടെ ഈ കേരളത്തിൽ നിന്നും തോമസ് ഐസക്കിനെ കൊണ്ടൊരു വ്യക്തി ആവശ്യമാണ്. അതുകൊണ്ടുകൂടിയാണ് ഐസക്കിനെ വിജയിപ്പിക്കണം എന്ന് പറയുന്നത്. തോമസ് ഐസക്കിനെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക.